So, have you ever wanted to know what an astral projection experience not only looks but also sounds and kind of feels like? You've come to the right place. So in the past year and a half, I've built up a backlog. ഹലോ. ഇല്ലില്ല, നാളത്തേക്ക് തരും. നാളെ രാവിലെ തന്നെ ചെയ്യാം. കുറച്ചുകൂടി ഉണ്ട്. കഴിയാറായി. ഇല്ലല്ല, ഞാനിപ്പോ ഒന്ന് ഉറങ്ങാതെ ഇന്നിപ്പോ ചെയ്യാണ്. ഓക്കെ, ശരി, ഓക്കെ. എന്തുപറ്റി, ഉറങ്ങിയില്ല ഇതുവരെ? എന്താ ഉറങ്ങാതെ? അമ്മ ഇല്ലാത്തോണ്ടാണോ? അയ്യോ, കൊറേ ജോലിയുണ്ട്, തീർത്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞു വരാച്ച. മുമ്പ് കിടന്നു. ഇന്ന് മുഴുവൻ ചെയ്തിട്ടും തീരൂല. പോയി ഉറങ്ങടാ. ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ? മോനെ, അച്ഛന് കൊറേ പണിയുണ്ട്. അച്ഛൻ കുറച്ച് കഴിഞ്ഞു വരാം. മുമ്പ് കിടന്ന് ഉറങ്ങി. അച്ഛൻ മൊബൈലിൽ പാട്ടിട്ട് തരട്ടെ? 10 മിനിറ്റ് പ്ലീസ്. എന്റെ കാര്യം നടക്കട്ടെ. ഓക്കെ, ബാ. അതില്ലേ, തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ വലിയൊരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ് വരുമ്പോഴൊരു വലിയ വളവാണ് കേട്ടോ. അവിടെ പണ്ട് സുമതി എന്ന് പറയുന്നത് വേറെ പറയാം. ഈ കഥയെന്ന് പറയണത് ഒരു പണ്ടത്തെ ഒരു കഥയാണ്. ഇത് പണ്ടൊരു രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യത്ത് എല്ലാ ജനങ്ങളും ഭയങ്കര സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം. പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട്, ബാലീശ്വരം എന്ന പേരുള്ള വളരെ സുന്ദരമായൊരു രാജ്യം. സുന്ദരമായ പുഴകളും സുന്ദരമായ കാടുകളും നല്ല പ്രകൃതി ഭംഗിയൊക്കെയുള്ള ഒരു അടിപൊളി രാജ്യം. അവിടുത്തെ ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ് ജീവിച്ചിരുന്നത്. രാജ്യം ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ അവിടെ അതിനേക്കാളും അടിപൊളിയായിട്ടൊരു രാജാവ് ഉണ്ടാവണമല്ലോ. അങ്ങനെ ഒരു രാജാവ് അവർക്കും ഉണ്ടായിരുന്നു, മഹാരാജ ഷീർഷാ. രാജാവ് എല്ലാ കലകളിലും കേമനായിരുന്നു, അതിശക്തനുമായിരുന്നു. എതിരാളികളുടെ പേടി സ്വപ്നം, ജനങ്ങളുടെ ആരാധന മാത്രം. ശക്തരിൽ ശക്തനായിരുന്നു മഹാരാജ ഷീർഷാ. അദ്ദേഹത്തിന്റെ വാളിന്റെ മൂർച്ച അറിയാത്ത രാജ്യങ്ങൾ വളരെ കുറവാണ്. അദ്ദേഹത്തിന് സുന്ദരി
സുന്ദരിയായ ഒരു രാജകുമാരി പെണ്ണുണ്ടായിരുന്നു. ചുരുണ്ട മുടിയും പൂച്ചക്കണ്ണൊക്കെയുള്ള ഒരു സുന്ദരി വായാടി പെണ്ണ്. അങ്ങനെയിരിക്കെ ആ രാജ്യത്ത് പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. ആ രാജ്യത്തിന് സമീപമുള്ള കാട്ടിൽ നിന്നും വിചിത്രമായ ചില അലർച്ചകൾ നാട്ടുകാർ കേൾക്കാൻ തുടങ്ങി. മാത്രമല്ല, കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ അവിടുത്തെ നാട്ടുകാർ ഭീകരമായുള്ള ഒരു ജീവിയുടെ കാൽപ്പാട് ആ കാട്ടിൽ പലയിടത്തും കണ്ടു. ഇത് കണ്ട് പേടിച്ച നാട്ടുകാരെല്ലാം രാജകൊട്ടാരത്തിൽ ചെന്ന് കണ്ട് പേടിച്ച കാര്യങ്ങളൊക്കെ രാജാവിനോടും മന്ത്രിമാരോടും പറഞ്ഞു. എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാമെന്ന് കരുതി രാജാവ് കുതിരപ്പുറത്ത് യാത്ര ആരംഭിച്ചു. പക്ഷേ ശരിക്കും ഈ സമയത്താണ് അതെന്താണെന്ന് ആ രാജ്യം മനസ്സിലാക്കിയത്. ഒരു ഭീമാകാരനായ ചോരക്കണ്ണുള്ള കൂർത്ത പല്ലുകളുള്ള ഒരു ദിനോസറായിരുന്നു അത്. രാജാവ് തന്നെപ്പറ്റി അന്വേഷിക്കാനായിട്ട് കാട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ ദിനോസറാകട്ടെ രാജാവിനെ പറ്റി അന്വേഷിക്കാനായിട്ട് രാജകൊട്ടാരത്തിലോട്ടാണ് നേരെ പോയത്. പക്ഷെ അവിടെ വെച്ച് നിർഭാഗ്യവശാൽ ദിനോസറിന്റെ കണ്ണിൽപ്പെട്ടത് രാജാവിന്റെ പ്രിയ പുത്രിയായി നമ്മുടെ പാവം രാജകുമാരിയെ ഓടിച്ചിട്ട് പിടിച്ച് ദിനോസർ രാജകുമാരിയും കൊണ്ട് കാട്ടിലോട്ട് പോയി. ഈ വാർത്ത കൊട്ടാരം ദൂതന്മാരാൽ അറിഞ്ഞ രാജാവ് കോപം കൊണ്ട് പറിച്ചു. കുതിരയെ ഉപേക്ഷിച്ച് തന്റെ ഉടവാളുമെടുത്ത് രാജാവ് കാടിനുള്ളിലേക്ക് കയറിപ്പോയി. പക്ഷേ രാജാവ് ഉദ്ദേശിച്ചതുപോലെ ആയിരുന്നില്ല അവിടുത്തെ കാര്യങ്ങൾ. പേടിപ്പിക്കുന്ന നിശബ്ദതയും കൂരിരുട്ടും രാജാവിൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടാക്കി. എങ്ങോട്ട് പോകണമെന്നറിയാതെ രാജാവ് കാടിനുള്ളിൽ വഴി തെറ്റി നിൽപ്പാൻ. രാജാവ് ചുറ്റും നോക്കിയപ്പോൾ കാടിന് നടുവിലായി ഒരു വെളിച്ചം കണ്ടു. വെളിച്ചം ലക്ഷ്യമാക്കി രാജാവ് നടന്നു. അവിടെ വെച്ച് രാജാവ് ഒരു വേട്ടക്കാരനെ പരിചയപ്പെട്ടു. വേട്ടക്കാരനെന്ന് പറഞ്ഞാൽ നല്ല പ്രായമായിട്ടുള്ള അനുഭവ സമ്പത്തൊക്കെയുള്ള ആയ കാലത്ത് വില്ലാളി പേരിനായിരുന്ന വേട്ടക്കാരനായിരുന്നു അദ്ദേഹം. ദിനോസറിനെ വകവരുത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനെ അതിൻ്റെ ഗുഹയിൽ പോയി അതിനോട് യുദ്ധം ചെയ്ത് അത് പ്രതീക്ഷിക്കാത്ത സമയത്ത് കണ്ണിൽ കുത്തി അതിനെ കൊല്ലണമെന്നുള്ള തന്ത്രം രാജാവിനോട് വേട്ടക്കാരൻ പറഞ്ഞു കൊടുത്തു. വേട്ടക്കാരനോട് നന്ദി പറഞ്ഞുകൊണ്ട് വേട്ടക്കാരൻ പറഞ്ഞ പ്രകാരം രാജാവ് ദിനോസറിൻ്റെ ഗുഹ കണ്ടുപിടിച്ചു. അതിയെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് ഗുഹയ്ക്കകത്തേക്ക് കയറി. ഓരോ കാലടികളും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് രാജാവ് ചുറ്റും കണ്ണോടിച്ചു. പെട്ടെന്നാണ് രാജാവ് ആ രാക്ഷസ രൂപമുള്ള ദിനോസറിനെ കണ്ടത്. തൻ്റെ എല്ലാമായി മകളെ ഇല്ലാതാക്കിയ ദിനോസറിനെ രാജാവ് പകയോടെ നേരിട്ടു. പക്ഷേ അധിക നേരം രാജാവിന് ദിനോസറിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഭീമാകാരനായ ദിനോസറിൻ്റെ വാല് കൊണ്ടുള്ള ശക്തമായ അടിയേറ്റ് രാജാവ് നിലംപതിച്ചു. ഇനിയൊരു തിരിച്ചു വരവില്ലെന്ന് രാജാവ് പതിയെ തിരിച്ചറിഞ്ഞു തുടങ്ങി. പക്ഷേ തൻ്റെ ജീവനേക്കാളേറെ വില തൻ്റെ മകൾ കൊണ്ടെന്നറിഞ്ഞ രാജാവ് സർവ്വശക്തിയും എടുത്ത് ഉയർത്തെഴുന്നേറ്റു. തൻ്റെ മകളെ തന്നിൽ നിന്ന് പറിച്ചെടുത്ത ആ ഭീകരജീവിയെ പൂർവാധികം ശക്തിയോടെ രാജാവ് നേരിട്ടു. പിന്നെ അവിടെ നടന്നത് ഘോര യുദ്ധമായിരുന്നു. അതിൻ്റെ അവസാനം ദിനോസറിന്റെ കണ്ണിൽ തൻ്റെ വാള് കുത്തിയിറക്കി രാജാവ് അതിനെ ഇല്ലാതാക്കി. അങ്ങനെ ഒടുവിൽ രാജാവ് യുദ്ധത്തിൽ വിജയിച്ചു. പക്ഷേ തൻ്റെ മകൾ നഷ്ടപ്പെട്ടതെന്നോർത്ത് ആ രാജാവ് വളരെയധികം സങ്കടപ്പെട്ടു. പക്ഷെ ദൈവാനുഗ്രഹം എന്നോണം രാജകുമാരിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഗുഹയുടെ ഒരു വശത്ത് നിന്ന് രാജാവ് രാജകുമാരിയെ കണ്ടെത്തി. രാജാവിന് ഒരുപാട് സന്തോഷമായി. തൻ്റെ മോളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാജാവ് മോളെയും കൊണ്ട് കുതിരപ്പുറത്ത് നാട്ടിലോട്ട് തിരിച്ചു. രാജാവ് വിജയശ്രീലാളിതനായി തൻ്റെ മകളെയും കൊണ്ട് നാട്ടിലെത്തിയപ്പോൾ ആ രാജ്യം മുഴുവനും അവരെ ആർപ്പുവിളികളോട് സ്വീകരിച്ചു. രാജാവ് വീണ്ടും പഴയ പോലെ തൻ്റെ കൊട്ടാരത്തിലെത്തി തൻ്റെ പ്രിയപുത്രിയോടൊപ്പം ജീവിച്ചുകൊണ്ട് ആ രാജ്യം സുന്ദരമായി ഭരിച്ചു. രാജാവും ഹാപ്പിയായി, രാജ്യവും ഹാപ്പിയായി. അങ്ങനെ രാജകുമാരിക്ക് വേണ്ടി ദിനോസറിനോട് യുദ്ധം ചെയ്ത അച്ഛൻ രാജാവിൻ്റെ കഥ മറക്കാൻ പറ്റാത്തൊരു സംഭവമായി മാറി. അങ്ങനെ ഈ കഥ അവസാനിച്ചു. കഥ ഇഷ്ടപ്പെട്ടോ വെക്കുവിനെ? വെക്കൂ ഉറങ്ങിയ ഉറങ്ങി കൊണ്ടുപോയി കിടത്താം.
ഹലോ. മിസ്റ്റർ ജേർണലിസ്റ്റ്. യെസ്, പറയൂ. റിസർച്ചൊക്കെ എവിടെ വരെ ആയി? വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഓ, അപ്പൊ ഒറ്റക്കുള്ള ജീവിതോ? അങ്ങനെയൊക്കെ പോണുണ്ട്. പിന്നെ മോളെ മോളുടെ കാര്യം പറയാനാ വിളിച്ചേ. അവൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. നിങ്ങൾ ഇനി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. പുതിയ പ്രാങ്കാണോ? ഞാനിപ്പോൾ അവളെ ഉറക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ബെഡ്റൂമിൽ കിടത്തിയേ ഉള്ളൂ. നിങ്ങൾ എന്താ പക്ഷേ കള്ളു കുടിച്ചിട്ടുണ്ടോ? അതോ ജോലി എടുത്ത് പ്രാന്തായോ? പോയി കിടന്ന് ഉറങ്ങും. നാളെ ഞങ്ങളെ കുട്ടി വരണ്ട്. ഓക്കെ, ബൈ. എന്തോന്ന്? ഹലോ ഹലോ ഹലോ. മോള് അവളുടെ അടുത്തോ? അപ്പോൾ ഞാനിപ്പം ബെഡ്റൂമിൽ കൊണ്ട് കിടത്തിയത്